കൈവശം കരുതിയ കൽക്കണ്ടം MDMA എന്നാരോപിച്ച് ജയിലിൽ അടച്ച സംഭവത്തിൽ നിയമ നടപടിക്കൊരുങ്ങി യുവാക്കൾ. കാസർകോട് മാലക്കല്ല് സ്വദേശി ബിജു മാത്യുവും കണ്ണൂർ വാരത്തെ മണികണ്ഠനുമാണ് ഉദ്യോഗസ്ഥർക്കെതിരെ പരാതി നൽകാൻ ഒരുങ്ങുന്നത്. പിടികൂടിയ വസ്തുവിന്റെ രാസപരിശോധനാ റിപ്പോർട്ട് പുറത്തുവന്നതോടെയാണ് 150 ദിവസത്തെ ജയിൽവാസത്തിനു ശേഷം ഇരുവരും പുറത്തിറങ്ങിയത്. കഴിഞ്ഞ വർഷം നവംബറിലാണ് സംഭവം. 60 ഗ്രാം പൊതിയാണ് കോഴിക്കോട് വെച്ച് ഇവരിൽ നിന്നും കസ്റ്റഡിയിലെടുത്തത്. എന്നാൽ ഇത് കുട്ടികൾക്ക് കൊടുക്കേണ്ട കൽക്കണ്ടപ്പൊടിയാണെന്ന് പറഞ്ഞിട്ടും പോലീസ് സമ്മതിച്ചില്ല. കേസ് രജിസ്റ്റർ ചെയ്തതോടെ ഇവർ റിമാൻഡിലാവുകയായിരുന്നു. ഹാജരാകാൻ അഭിഭാഷകരില്ലാത്തതിനാൽ കോടതി ഇവർക്ക് അഭിഭാഷകനെ അനുവദിക്കുകയായിരുന്നു. അതിനിടെയാണ് ഇവരുടെ കയ്യിൽ നിന്നും പിടികൂടിയ വസ്തുവിന്റെ രാസപരിശോധനാ ഫലം പുറത്തു വന്നത്. ഇതിൽ നിന്നും പിടികൂടിയത് MDMA അല്ലെന്ന് പരിശോധനാ ഫലം വന്നതോടെ നിരപരാധികളെ കേസിൽ നിന്ന് തന്നെ ഒഴിവാക്കി സ്വന്തം ജാമ്യത്തിൽ വിട്ടയക്കുകയായിരുന്നു. 14 ദിവസത്തെ റിമാൻഡ് കാലാവധി കഴിഞ്ഞ് ജയിലിൽ നിന്നും കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുവന്നപ്പോഴും മയക്കുമരുന്നല്ലെന്നും നടപടി ഉണ്ടാകണമെന്നും പോലീസിനോട് ആവർത്തിച്ചെങ്കിലും ചെവി കൊണ്ടില്ലെന്ന് ഇവർ പറയുന്നു. സ്വകാര്യ ബസ് ഡ്രൈവറായിരുന്നു ബിജു. മയക്കുമരുന്ന് കേസിൽപ്പെട്ടതോടെ നാട്ടിലും വീട്ടിലും ഒറ്റപ്പെട്ട് അപമാനിതനായി. നാട്ടിലിറങ്ങി പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്ന അവസ്ഥയാണ്. ആൾക്കാർ മുമ്പിലും കൂട്ടുകാർ മുമ്പിൽ ഒരു പരിഹാസപാത്രമായിട്ട് ഞാൻ മാറിയിരിക്കുക. ഈ കസ്റ്റഡിയിൽ എടുത്തിട്ട് ഞങ്ങൾ തെളിവെടുപ്പിനായിട്ട് കൊണ്ടുവന്നായിരുന്നു. ആ സമയത്ത് നിങ്ങൾ ഇവർക്ക് രാസപരിശോധന ഏതെങ്കിലും ഒരു തഹസിൽദാരോ അല്ലെങ്കിൽ ഗസ്റ്റ് ഓഫീസർമാർ വലിയ ഓഫീസറുടെ ആ സാന്നിധ്യത്തിൽ അവരത് ടെസ്റ്റ് ചെയ്തിട്ട് അവർക്ക് കോടതിയിൽ സമർപ്പിച്ചായിരുന്നെങ്കിൽ ഞങ്ങൾ ആ 13-14 ദിവസം ഞങ്ങളെ കോടതി വെറുതെ വിടുമായിരുന്നു. കോഴിക്കോട് ജില്ലാ ജയിലിലായിരുന്നു 150 ദിവസം റിമാൻഡിൽ കഴിയേണ്ടി വന്നത്. NDPS കേസുകൾ കൈകാര്യം ചെയ്യുന്ന വടകര സ്പെഷ്യൽ ജഡ്ജ് കോടതിയാണ് ഇവരുടെ കേസ് തള്ളി ജാമ്യം അനുവദിച്ചത്. സംഭവത്തിൽ പോലീസിനെതിരെ നിയമ നടപടിക്കൊരുങ്ങുകയാണ് ഇരുവരും. കേരള വിഷൻ ന്യൂസ്, കാസർഗോഡ്.